മൈ ചാനൽ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ വ്ലോഗാണ്. സ്പെഷ്യാലിറ്റി എന്താ ചോദിച്ചിട്ട് ഇറ്റ്സ് മൈ എൻഗേജ്മെൻറ്റ് ഓൺ 31st October. അപ്പോൾ ഞാനിപ്പോൾ ഈ വ്ളോഗ് എടുക്കുന്നത് അതിൻ്റെ തലേ ദിവസമാണ്. സാറ്റർഡേ മോർണിംഗ് ആണ് ഞാനിപ്പോൾ ഈ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സൺഡേ ആണ് ഫംഗ്ഷൻ. അപ്പം ഒരു പ്രീ എൻഗേജ്മെൻറ്റേതായിട്ടുള്ളൊരു തിരക്കും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ട്. ഞാൻ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ജസ്റ്റ് എന്തൊക്കെയാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് പ്രിപ്പറേഷൻസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ എൻഗേജ്മെൻറ്റ് റെഡി ആവാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് ജസ്റ്റ് ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കാര്യമായിട്ട് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ കാര്യമായിട്ട് ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെയർ ഇതിനു മുന്നേ നിങ്ങൾക്ക് അറിയാം ഗ്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫെയ്ഡായിട്ട് കുറച്ചൊരു ഗോൾഡൻ ഷെയ്ഡിലേക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് റീടച്ച് ചെയ്തു. ഞാൻ റീടച്ച് ചെയ്തത് ക്രിസ്റ്റൽ എന്നാണ്, ഗ്രീൻ. അതുപോലെ തന്നെ കുറച്ചുകൂടെ ബ്രൗൺ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രൗൺ ഇപ്പോൾ ലൈറ്റിൻ്റെ ഇതിൽ എത്രത്തോളം കാണുന്നില്ല, ബ്ലോണ്ട് കളറാണ് ചെയ്തത്. അപ്പം ഇത്രയാണ് ഞാൻ ഹെയറിൻ്റെ അകത്ത് കാര്യമായിട്ട് ചെയ്ത്. പിന്നെ റോസാരിയോയിൽ പോയിട്ട് ഞാൻ ഹെയർ സ്പാ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ വേറെ കാര്യമായിട്ട് ഞാൻ അങ്ങനെ ട്രീറ്റ്മെൻറ്റ്സും ഫേഷ്യൽ ചെയ്തു. വേറെ ഒന്നും ഞാൻ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ വേറെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ഔട്ട്ഫിറ്റ് ചെയ്തിട്ടുള്ളത് ചെറുകുട്ടി റോഡിലുള്ള ഐറ ക്ലോത്തിങ് ആണ്. ഒരു ഡിസൈനർ ബോട്ടിക്കാണ്, അടിപൊളിയാണ്. നിമ്മിയാണ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം ഞാനും എൻ്റെ ബോയ് ഫ്രണ്ട് ഋഷി. അപ്പം ഋഷീൻ്റെ ഡ്രസ്സ് ഫാബ്രിക്സ് എടുത്തത് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ്. എന്നിട്ട് ആൾക്ക് കൊടുത്തത് റെയ്മണ്ടിലാണ്. അവിടെ നിന്നാണ് ചെയ്തിട്ടുള്ളത്. റെയ്മണ്ട് നിങ്ങൾക്ക് അറിയാൻ മതിയാവും, തൊണ്ടയാടുള്ള. അപ്പം അവർ ജെൻസിൻ്റെ ഡ്രസ്സൊക്കെ ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ അവരെടുത്താണ് കൊടുത്തിട്ടുള്ളത്. സോ അവരത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം ഞാനത് കണ്ടിട്ടില്ല, കാരണം എനിക്ക് കാണാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. പിന്നെ ഋഷി ബാംഗ്ലൂരാണുള്ളത്. അപ്പം ആളിപ്പം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇവിടെ എത്തുന്നേ ഉള്ളൂ. സോ ഇന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കോളൂ. എൻ്റെ ഡ്രസ്സ് ഞാൻ പോയിട്ട് 2 ദിവസം മുന്നേ ട്രയൽ എടുത്തു. അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇനി എൻഗേജ്മെൻറ്റ് ഫങ്ഷൻസൊക്കെ ഉള്ളവർ ധൈര്യമായിട്ട് ഐറ ക്ലോത്തിങ്ങിനെ ഏൽപ്പിക്കുക. പിന്നെ കമ്മിങ് ടു മേക്കപ്പ്, എൻ്റെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫീനിത്താണ്, നിസാൻ മേക്ക് ഓവറിൻ്റെ. അപ്പം ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. എനിക്ക് ഫീനിത്താൻ്റെ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ട്രൈ ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ കാര്യമായിട്ട് ജ്വല്ലറി കാര്യങ്ങൾ ഞാൻ ഷോപ്പ് ചെയ്തിട്ടുള്ളത് കല്യാൺ, അതുപോലെ തന്നെ ലുലു, തരിഷ്ക് എന്നൊക്കെയാണ്. പിന്നെ ബാക്കിയുള്ള ഓർണമെൻറ്റ്സ് അല്ലാത്ത ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡ്രസ്സിന് മാച്ച് ആക്കിയിട്ടുള്ളതാണ് പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഹവേലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ ടീമുണ്ട് നമ്മുടെ മലപ്പുറത്ത്, അവരുടെ നിന്നാണ് അത് പിക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഫുഡ് വെയർ എടുത്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. പിന്നെ എന്താ കാര്യമായിട്ട് എനിക്ക് ചെറുതായിട്ട് കോൾഡ്, വൈറൽ ഫീവറിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതൊക്കെ ഒന്നൊരു ടാബ്ലറ്റൊക്കെ കഴിച്ച് സൈഡാക്കി വെച്ചിട്ടാണുള്ളത്. പിന്നെ ജ്വല്ലറി, ഫുഡ് വെയർ, ഡ്രസ്സായി. പിന്നെ ഞാൻ നെയിൽസ് ഇപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബിക്കോസ് നെയിൽസ് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിലുള്ളൊരു നെയിലത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് ഉണ്ട്, അവരുടെ അടുത്ത് നിന്ന് ഷോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെ അത് ഫിക്സ് ചെയ്യുകയൊക്കെ വേണം. പിന്നെ എന്താ കാര്യമായിട്ടുള്ളത്? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ഫുള്ള് ഞാൻ ലൈക്ക് പറ്റുന്ന അത്രയും ഞാൻ കവർ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ റെഡി ആവുന്നതും ഡ്രസ്സ് ചെയ്യുന്നതും സ്റ്റൈൽ ചെയ്യുന്നതും ഒക്കെ ലൈക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ എടുത്താലേ ഈ വീഡിയോ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ എൻ്റെ ഫോണിൽ തന്നെ കിടക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു തിരക്കിൻ്റെ ഒരു അവസ്ഥ അനുസരിച്ചിട്ട് ഞാൻ ചെയ്യാം. പിന്നെ കമ്മിങ് ടു ഫോട്ടോഗ്രാഫി, എനിക്ക് ഫോട്ടോഗ്രാഫി ചെയ്തിരുന്നതും വീഡിയോഗ്രാഫി ചെയ്തിരുന്നതൊക്കെ ഷാബിദ്ക്കാണ്, സൊനാൽ എഫക്ട്സ് ഫാക്ടറിയുടെ. അപ്പോൾ ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. വളരെ ചെറിയൊരു ഫംഗ്ഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് കോവിഡിൻ്റെതായിട്ടുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എൻഗേജ്മെൻറ്റ് കൂടെ ആയതുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സ് മാത്രമേ വരുന്നുള്ളൂ. കല്യാണമാണ് നമ്മൾ കുറച്ചുകൂടെ ഒരു വൈഡ് സ്പെക്ട്രത്തിൽ കാണുന്നത്. സോ അത്രയൊക്കെ ഉള്ളൂ തോന്നുന്നുണ്ട്. ഇനി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈക്ക് ഓർമ്മ വരുമ്പം പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് കോമൻറ്റ് ബോക്സിൽ ഇട്ട് വെച്ചാൽ മതി. സോ അത്രയൊക്കെ ഉള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എടുത്തു വയ്ക്കാം. സോ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇനി വോയിസ് ഓവർ ആയിരിക്കും. കുറച്ച് റിയൽ സാധനങ്ങളാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നല്ല ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബഹളം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പുക എൻഗേജ്മെൻ്റ് ആയിരുന്നു. സോ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ലൈക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. സോ ഇത് എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് മോർണിംഗ് ആണ്. മോർണിംഗ് ഓൾമോസ്റ്റ് 5 AM. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫീനിത്ത വന്നു. ഞാൻ കിടക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3:45 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉറങ്ങി വരുമ്പോഴേക്ക് ഇത്ത വിളിച്ചു. ഒരു 4:45 വിളിച്ചു. ഇവിടെ തൊട്ടടുത്ത് മലാപ്പുറം എൻ്റെ വീട് കാരപ്പുറമാണ്. അപ്പോൾ മലാപ്പുറം ഇവിടുന്ന് ഇനി ലൈക്ക് ഒരു 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ വീട്ടിൽ തോന്നുന്നു. അപ്പോൾ അങ്ങനെ പോയി കുളിച്ചു.
ഇത്തന്നെ റിസീവ് ചെയ്ത് അപ്പോൾ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് അത്രയും ഏർലി മോർണിംഗ്. ഞാൻ ഓൾമോസ്റ്റ് പകുതി ഉറക്കത്തിലാണുള്ളത്. സോ അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു ഓൾമോസ്റ്റ് ഒരു 8-8:30 ആയപ്പോഴേക്കും എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ റിംഗ് എക്സ്ചേഞ്ച് ടൈമായി. എനിക്ക് എടുക്കാൻ പറ്റിയില്ല കുറേയൊന്നും. 12 PM മുഹൂർത്തം. സോ ഞാൻ ചടാറൊക്കെ പിടിച്ച് എൻ്റെ കസിൻസും ബ്രദറുമാണ് ചടാറൊക്കെ പിടിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഗ്രൂമിൻ്റെ അടുത്തേക്ക് പോകുന്ന എൻ്റെ എൻട്രി ആണിത്. എൻ്റെ കുഞ്ഞു വാവ നീസാണ് എൻ്റെ ഇച്ചു. അപ്പോൾ ആളെ ബ്രൈഡ്സ് മെയ്ഡായിട്ട് കൊണ്ടുപോകാമെന്നൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ നടന്നില്ല. ആളെ മൂഡ് ശരിയില്ലായിട്ട് ആൾ പകുതി വഴി നിന്ന് ഓടിപ്പോയി. അപ്പം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനിയുള്ള സ്റ്റേജിലുള്ള മെയിൻ ഇവൻറ്റ്സാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ആൻഡ് ഹിയർ ഇസ് മൈ റിംഗ്. സോ ഇന്നിപ്പോൾ മൺഡേ ആണ്, കഴിഞ്ഞു. ഫംഗ്ഷൻ ഇന്നലെ ആയിരുന്നു, സൺഡേ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് പുറത്തേക്ക് പോവുകയാണ്. അപ്പം എനിക്ക് എടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയും എനിക്ക് എടുക്കാൻ പറ്റും, കാരണം തിരക്കിലായിപ്പോയി. ബാക്കിയുള്ള പ്രോപ്പർ വീഡിയോ ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ഫോട്ടോഗ്രാഫി ഷെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ചാനലിലിടാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ വിഷസ്. സോ ദാറ്റ്സ് ഇറ്റ്. This is Chachi signing off. Bye bye.